ഈ കർക്കിടക വാവിനോടനുബന്ധിച്ച് പിതൃതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ എല്ലായിടത്തും ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണല്ലേ. നമ്മൾ അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും അവിടെ പരിസര പ്രദേശങ്ങളിലൊക്കെ എങ്ങനെയാണ് ഒരുക്കങ്ങൾ എന്നുള്ളത് വിലയിരുത്തുകയായിരുന്നു. എന്തായാലും നമുക്കിനി കോഴിക്കോടേക്ക് പോകാം. നമ്മൾ തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ കണ്ടു, കൊല്ലത്തെ വിശേഷങ്ങൾ കണ്ടു. ഇനി കോഴിക്കോട് വരക്കൽ ക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ രമ്യദാസ് ഒപ്പം ചേരുന്നുണ്ട്. രമ്യ, എങ്ങനെയാണ് അവിടെ ഒരുക്കങ്ങൾ, ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? അശ്വതി, രാഗി, ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് എടുത്തു നോക്കിയാണ് നഗരത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബലിതർപ്പണ സ്ഥലമാണ് വരക്കൽ ബലിതർപ്പണം. ഇവിടെയാണ് നിലവിൽ ഇപ്പോൾ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ പൂർത്തിയാകുന്നത്. ഇവിടെ ഈ കർക്കിടവാവ് ബലി മാത്രമല്ല, എല്ലാ ദിവസവും ആളുകൾ ഇത്തരത്തിൽ പിതൃതർപ്പണം നടത്തുന്ന സ്ഥലം കൂടിയാണ് ഈ വരക്കൽ. അതായത് നിത്യേന ആളുകൾ ഇവിടെ എത്താറുണ്ട്. ഈ പിതൃക്കളുടെ എല്ലാം മോക്ഷപ്രാപ്തിക്കായി ഇത്തരത്തിൽ ഇവിടെ ബലിതർപ്പണം നടത്താറുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ് കോഴിക്കോടിനെ സംബന്ധിച്ച് വരക്കലുള്ളത്. ഈ നിലവിൽ ഇപ്പോൾ ഈ കർക്കിടവാവ് ബലിയുമായി സംബന്ധിച്ചിട്ടുള്ള വലിയ വിപുലമായ ഒരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ ഇത്തവണ നടത്തുന്നത്. കാരണം വലിയ രീതിയിലുള്ള ആളുകൾ, 30,000-ത്തിലധികം ആളുകൾ ഇത്തവണയും ഇവിടെ ബലിതർപ്പണത്തിനായി എത്തും എന്നുള്ളത് തന്നെയാണ് സംഘാടകർ ഉൾപ്പെടെ പറയുന്നത്. അതിനാൽ തന്നെ വിപുലമായ ഒരുക്കങ്ങൾ, നമുക്ക് ദൃശ്യങ്ങളെല്ലാം കാണാം. വരുന്ന ആളുകൾക്ക് അസൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാനുള്ള ഈ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്തു വച്ചിട്ടുള്ള. പന്തലുകൾ ഉൾപ്പെടെയുള്ള നിർമ്മാണം എല്ലാം പുരോഗമിക്കുകയാണ്. നിലവിൽ ഇന്നും ഇത്തരത്തിൽ ബലിതർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ വന്നിട്ട് ഇത്തരത്തിൽ ബലിതർപ്പണം നടത്തുന്നുണ്ട്. ഇപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഇത്. കൂടാതെ തന്നെ ഈ വരക്കൽ ഈ ബലിതർപ്പണ മേഖലയ്ക്ക് ദുർഗാദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും വലിയ പ്രാധാന്യം തന്നെയുണ്ട്. അതായത് ഭഗവാൻ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 108ാമത്തെയും അതുപോലെ തന്നെ അവസാനത്തെയും ദേവീക്ഷേത്രമാണ് ഈ വരക്കൽ ഈ ദുർഗാദേവി ക്ഷേത്രം എന്നുള്ളത് തന്നെയാണ് പറയപ്പെടുന്നത്. താൻ നിഗ്രഹിച്ച ക്ഷത്രിയരുടെ ആത്മാക്കൾക്ക് വേണ്ടി ശാന്തി ലഭിക്കുന്നതിനായി പരശുരാമൻ തന്നെയാണ് ഇവിടെ ആദ്യമായി വാവുബലി തുടങ്ങിയതും. അതിനാൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ് ഈ ദുർഗാദേവി ക്ഷേത്രം. അതിനോടനുബന്ധിച്ചുള്ള ഇത്തരത്തിൽ ഈ ഒരു ബലിതർപ്പണ മേഖലയും തന്നെ. കൂടാതെ തന്നെ കോഴിക്കോട് എടുത്ത് നോക്കുകയാണെങ്കിൽ ശ്രീകണ്ഠാപുരം ക്ഷേത്രം, അതുപോലെ തന്നെ കൊയിലാണ്ടി, മൂടാടി, ഉരുവിണ്യക്കാവ് ദുർഗാദേവി ക്ഷേത്രം, അരൂർ നടക്കുമീത്തൽ മഹാവിഷ്ണു ക്ഷേത്രം, അങ്ങനെ അത്തരത്തിൽ വിവിധമായി തന്നെ ജില്ലയിൽ വളരെ ഒരുപാട് ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഈ ബലിയോടനുബന്ധിച്ച് പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട സംഘാടകർ ഉൾപ്പെടെ നമ്മൾ ഇവിടെയുണ്ട്. കാരണം വിപുലമായ സൗകര്യങ്ങളാണ് ഇത്തവണയും ഈ ക്ഷേത്രത്തിൽ ഈ ബലിതർപ്പണ സ്ഥലത്ത് ഒരുക്കിയിട്ടുള്ളത്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 30,000-ത്തിലധികം ആളുകൾ വന്നെത്തിച്ചേരും ഇത്തവണ തന്നെയാണ് ഇവരെല്ലാം പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് ഇത്തവണത്തെ ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാകുന്നത്? ഇവിടെ എല്ലാ വർഷത്തെ മാതിരി തന്നെ എല്ലാ 4 വിഭാഗമായിട്ട് ബലിതർപ്പണം നടക്കുന്നുണ്ട്. പിന്നെ 30,000 ആളോളം പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം നമ്മളിവിടെ ചുക്ക് കാപ്പി വിതരണവും ഹിന്ദു ഐക്യവേദിൻ്റെ നേതൃത്വത്തിൽ ചുക്ക് കാപ്പി വിതരണവും ഇവിടെ ബലിതർപ്പണത്തിന് ശ്രേഷ്ഠാചാര്യ സഭേൻ്റെ കർമ്മികളെ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബലിതർപ്പണത്തിൽ എത്തുന്ന ആളുകൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തുന്നത്? ഇവിടെ താൽക്കാലികമായിട്ടുള്ള വസ്ത്രം മാറാനുള്ള സൗകര്യം, കുളിക്കാനുള്ള സൗകര്യം ഇല്ല. ഇനി ഇവരായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ DTPCൻ്റെ ഇവരായിട്ട് സംസാരിച്ചിട്ട് അവരെ ബാത്റൂം തരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കഴിഞ്ഞ വർഷം 3 വർഷമായിട്ട് ഇപ്പോൾ അത് കിട്ടാറുണ്ടായിരുന്നു. ഇനി ഈ വർഷം എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല. നമുക്ക് വേണ്ടുന്ന സൗകര്യമൊന്നും ഇതുവരെ ഒരുക്കി തന്നിട്ടില്ല കോർപ്പറേഷൻ. എന്ന് വെച്ചാൽ നമുക്കിവിടെ ബാത്റൂമിനും ഒക്കെ ഉള്ള സൗകര്യം നമ്മൾ ഭരണതലത്തിൽ സംസാരിച്ച് തീരുമാനമായ 8 കാര്യങ്ങളുണ്ട്. അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്. എന്ന് വെച്ചാൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ഒരു സൗകര്യം, അടിസ്ഥാന സൗകര്യം ഇവിടെ ഇല്ല. എന്ന് വെച്ചാൽ ഒന്ന് വസ്ത്രം മാറാനോ, ഇതൊക്കെ നമ്മളിപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉണ്ടാക്കും. ഇവിടെ നിത്യബലി നടക്കുന്ന സ്ഥലമായതുകൊണ്ട് അതിനുള്ള ഒരു സൗകര്യം എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണമെന്ന് കോർപ്പറേഷനോടും കൂടെ നമ്മളൊന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ വളണ്ടിയേഴ്സ് വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കും. ഹിന്ദു ഐക്യവേദി എപ്പോഴും ജാഗരൂകരായിട്ട് നമ്മളതിൻ്റെ കൂടെ തന്നെ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ തിലോമം നടത്തുന്നുണ്ട്. ഹിന്ദു ഐക്യവേദിൻ്റെ കൗണ്ടറിൽ തന്നെ ശ്രേഷ്ഠാചാര്യ സഭേൻ്റെ കർമ്മികൾ ചെയ്യുന്ന തിലോമം ഉണ്ടാവും.
ഇത് വലിയ രീതിയിലുള്ള പന്തലുകളും എല്ലാം ഒരുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പന്തലുകൾ ഒരുക്കുന്നുണ്ട്. അത് സാധനങ്ങൾ സെറ്റ് ചെയ്യാനും മറ്റുമാണ്. ബലിതർപ്പണം ചെയ്യാൻ ഇതേ ഉള്ളൂ. കടൽ ഇപ്രാവശ്യം കടൽ കര തന്നിട്ടില്ല, മൊത്തം കടലാക്കി പോയി. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ട് തന്നെ വേണം പ്രാവശ്യം ബലിതർപ്പണം നടത്താൻ. അതുപോലെ തന്നെ ഈ ആളുകൾക്ക് വാഹനങ്ങളുമായി എത്തുന്ന ആളുകൾക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 10-30,000 പരം ആളുകൾ വരുന്നതാണ്. അവർക്ക് നിൽക്കാൻ തന്നെ നമ്മൾ റോഡാണ് ആശ്രയിക്കാറ്. അപ്പോൾ സാധാരണ പോലീസ് അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്യാറുണ്ട്. റോഡ് സൈഡ് തന്നെ അതിന് സൗകര്യപ്പെടുത്തി കൊടുക്കാറുണ്ട്. അതായത് ഈ ഒരു നിത്യബലി നടക്കുന്ന സ്ഥലമാണ് ഇത്തരത്തിൽ വസ്ത്രങ്ങൾ മാറാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെ നിത്യേന ഇത്തരത്തിൽ ബലിതർപ്പണത്തിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വസ്ത്രം മാറാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊന്നും തന്നെ കോർപ്പറേഷനോട് പലതവണ പറഞ്ഞിട്ടും അത്തരത്തിലുള്ളൊരു ശുചിമുറികളോ അല്ലെങ്കിൽ അത്തരം പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നൊരു ആക്ഷേപം ഈ നിലയിലുണ്ട്. നിലവിൽ അതാണുള്ളത്. എന്ന് വെച്ചാൽ 8 കാര്യങ്ങൾ നമ്മളിത് ബലിതർപ്പണ ഭൂമിയായിട്ട് കിട്ടുമ്പോൾ അംഗീകരിച്ച് തരുമ്പം 8 ആവശ്യങ്ങൾ നമ്മൾ വെച്ചിരുന്നു. അത് നടപ്പിലാക്കി തരാമെന്ന് പറഞ്ഞതുമാണ്. ഇതുവരെ ഇപ്പം എൻ്റെ അറിവിൽ തന്നെ ഒരു 10-16 വർഷത്തിലും മേലെയായി ഇത്. അപ്പോൾ ഇതുവരെ അത് വേണ്ട വിധത്തിൽ ചെയ്തു തന്നിട്ടില്ല. അപ്പോൾ അത് എത്രയും പെട്ടെന്നൊന്ന് ശരിയാക്കി തരണമെന്നാണ് നമ്മൾ കോർപ്പറേഷനോട് വിനീതമായിട്ട് നമ്മൾ അപേക്ഷിക്കുകയാണ്. ഈ പര്യാപ്തമായ സാഹചര്യം, അതായത് പ്രശ്നങ്ങൾ പറഞ്ഞു, ഇത്തരത്തിലുള്ള സജ്ജീകരണ ഒരുക്കങ്ങൾ കോർപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള ഇതിൽ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. എങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ബാക്കിയുള്ള ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് അസൗകര്യങ്ങളുണ്ട്, ഈ ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഹിന്ദു ഐക്യവേദി വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നില്ലേ? ഇതൊക്കെ ഈ നമ്മൾ ദിവസവലിക്കാണ് നമ്മൾ ഇത് പറഞ്ഞത്. താൽക്കാലികമായിട്ട് ഈ സമയത്ത് താൽക്കാലികമായിട്ട് നമ്മളെല്ലാ സൗകര്യവും ഒരുക്കുന്നുണ്ട്. വസ്ത്രം മാറാനുള്ളതും ഒക്കെ ഒരുക്കുന്നുണ്ട്. രാഖി, അശ്വതി അത് തന്നെയാണ്. കാരണം നിത്യബലി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിത്യബലി നടക്കുന്ന ഒരു മേഖലയാണിത്. പക്ഷേ ഇവിടെ അപര്യാപ്തകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സംഘാടകർ ഉൾപ്പെടെ പറയുന്നത്. കാരണം കോർപ്പറേഷനോട് നിരന്തരമായി തന്നെ ഇവിടെ ഒരു വസ്ത്രം മാറാൻ സ്ത്രീകൾ ഉൾപ്പെടെ നിത്യേന വന്നെത്തുന്ന മേഖലയാണ്, ബലിതർപ്പണം ഉൾപ്പെടെ നടക്കുന്ന മേഖലയാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ അവർക്ക് വസ്ത്രം മാറാൻ ഉൾപ്പെടെ സജ്ജീകരണങ്ങൾ ഒരുക്കി തരണമെന്ന് പലതവണ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടു. മാത്രം നടപടിയിലേക്ക് കോർപ്പറേഷൻ നീങ്ങിയിട്ടില്ല. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ, അതായത് നിത്യബലി നടക്കുമ്പോൾ അവർക്ക് ഇത്തരത്തിൽ വസ്ത്രം മാറാനുള്ള സൗകര്യങ്ങളില്ല. പക്ഷേ ഈ താൽക്കാലികമായിട്ട് സജ്ജീകരിച്ച സംവിധാനങ്ങൾ മാത്രമാണ് ഇപ്പോൾ കുറേ വർഷങ്ങളായി ഇവിടെ നടന്നു പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ സംഘാടകർ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. ഇനിയെങ്കിലും ഇത്തരത്തിൽ ഇതിലേക്ക് ഒരു മാറ്റം വേണം. കാരണം ബലിതർപ്പണ മേഖലയായി ഈ മേഖല മാറുമ്പോൾ ഇത്തരത്തിൽ വന്നെത്തുന്ന വിശ്വാസികൾക്ക് അവർക്ക് അവരുടെ ഇത്തരത്തിലുള്ള വസ്ത്രം മാറുക, അത്തരത്തിലുള്ള പ്രാഥമിക കർമ്മങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങൾ കൂടി ഇവിടെ ഒരുക്കണം. കാരണം ഒരു ശുചിമുറി പോലും ഇവിടെ ഇല്ല. അതുപോലെ തന്നെയാണ് വാഹന സൗകര്യം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വാഹനങ്ങളിലാണ് എത്തുന്നത്, ബീച്ച് റോഡാണ്, വലിയ രീതിയിലുള്ള ബ്ലോക്കുകളുണ്ട്. അപ്പോൾ ഈ റോഡുകളിലാണ് ഇത്തരത്തിൽ വാഹനങ്ങളെല്ലാം. രാഖി, ഒരു കാര്യം രമ്യ സൂചിപ്പിച്ചതിൽ നിന്ന് ഏറ്റവും വ്യക്തമായ കാര്യം, കോഴിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം മാത്രമല്ല വരക്കൽ എന്ന് പറയുന്നത്. അത് പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. അവിടെ നവരാത്രി ആഘോഷങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കർക്കിടക വാവ് ആണ് എന്നുള്ളതാണ്. എന്നിട്ട് പോലും അവിടെ ഇതുവരെയും ആവശ്യമായ സൗകര്യങ്ങൾ ഇപ്പോഴും അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ, അതായത് കുളിക്കാനുള്ള സൗകര്യമില്ല. എത്രത്തോളം പ്രധാനപ്പെട്ട, അതായത് ഒരു ചടങ്ങിന്റെ ഭാഗമാണ്, അതിനുള്ള പ്രാഥമികമായ ഒരു സൗകര്യം പോലും ഇല്ല എന്നുള്ളതാണ് ആ ക്ഷേത്രത്തിൽ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷം വരുമ്പോൾ പോലും അവിടെ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി വേണ്ട ചില സൗകര്യങ്ങൾ താൽക്കാലികമായി ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു രമ്യ.